ഷാർജയിൽ പൂച്ചയുടെ ജനനേന്ദ്രിയത്തിൽ സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളലേൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട മൃഗസ്നേഹികൾ പോലീസിനെ സമീപിച്ചതായും റിപ്പോർട്ടുണ്ട്. ബുഹൈറ കോർണിഷിൽ അൽനൂർ പള്ളിക്ക് സമീപത്ത് നിന്നും ചിത്രീകരിച്ചതാണ് ദൃശ്യങ്ങൾ എന്നാണ് വിവരം. കഴിഞ്ഞ 2 ആഴ്ചയായി സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പൂച്ചയോട് കാട്ടിയ ക്രൂരത പോലീസ് ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മൃഗസംരക്ഷണ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. യുഎഇയിൽ ചിലയിടങ്ങളിൽ ഇന്നും മഴ. അൽ ദഫ്ര മേഖലയിലാണ് മഴ. അബുദാബിയുടെയും ദുബൈയുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും തെക്കൻ ഭാഗങ്ങളിലുമാണ് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷവും മഴയ്ക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യുഎഇയിൽ മഴ ലഭിക്കുന്നുണ്ട്. ഇന്നലെ ദുബായ് അലൈൻ റോഡിൽ ശക്തമായ മഴയാണ് ഉണ്ടായത്. യുഎഇയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. രാജ്യത്ത് കനത്ത ചൂട് വരും ദിവസങ്ങളിലും തുടരും. ഇത്തിഹാദ് റെയിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ഷാർജയിൽ പ്രധാന എക്സിറ്റ് അടച്ചു. മെലിഹ റോഡിൽ നിന്നും ദുബായ് ഭാഗത്തേക്കുള്ള എക്സിറ്റാണ് അടച്ചത്. തിങ്കളാഴ്ച വരെയാണ് ഗതാഗത നിയന്ത്രണം. മെലിഹ റോഡിൽ നിന്നും എമിറേറ്റ്സ് റോഡിലേക്കുള്ള എക്സിറ്റാണ് താത്കാലികമായി അടച്ചത്. ദുബായ് ഭാഗത്തേക്കുള്ള എക്സിറ്റിലാണ് ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നത്. ജൂലൈ 21 തിങ്കളാഴ്ച പുലർച്ചെ 5 മണി വരെ ഈ എക്സിറ്റ് അടച്ചിടുമെന്ന് യുഎഇ പശ്ചാത്തല സൗകര്യ വികസന മന്ത്രാലയവും ഷാർജ പോലീസും അറിയിച്ചു. യാത്രക്കാർ ബദൽ പാതകൾ തേടണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തിഹാദ് റെയിൽ പദ്ധതിയുടെ ഭാഗമായി ഷാർജയിലെ 2 പ്രധാന റോഡുകളിൽ ജൂലൈ 1 മുതൽ ഗതാഗത നിയന്ത്രണമുണ്ട്. യൂണിവേഴ്സിറ്റി ബ്രിഡ്ജിന് സമീപം മെലിഹ റോഡിനെയും ഷാർജ റിംഗ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് അടച്ചത്. ഓഗസ്റ്റ് 30 വരെയാണ് ഇവിടെ ഗതാഗത നിയന്ത്രണം. സായുധ കലാപം നടക്കുന്ന തെക്കൻ സിറിയയിൽ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സംഘർഷബാധിത പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചതായും പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. സിറിയൻ നഗരമായ സ്വദയിൽ ന്യൂനപക്ഷ വിഭാഗമായ ദ്രൂസികളും ബെദുയിൻ ഗോത്ര വിഭാഗവും തമ്മിൽ ദിവസങ്ങളായി തുടരുന്ന ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിന് ധാരണയിലെത്തിയെന്നാണ് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുടെ ഓഫീസ് അവകാശപ്പെടുന്നത്. അറബ് അമേരിക്കൻ മധ്യസ്ഥരാണ് വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയതെന്നും അഹമ്മദ് അൽ ഷാര അറിയിച്ചു. സിറിയയുടെ ഐക്യവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണന എന്നും സിറിയൻ ഭരണകൂടം അറിയിച്ചു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഏറ്റുമുട്ടലുകൾ നടക്കുന്നതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. NTV UAE to the world.